നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ഖാർഗെയ്ക്ക് ലഭിക്കുന്നത്. 24 മണിക്കൂറിനകം ഈ നോട്ടീസിൽ മറുപടി നൽകണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യം. ഇന്ന് ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകിയേക്കും. ഈ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത് നടക്കാനിരിക്കുന്ന, അതായത് ഇനി ഒരു ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി ബംഗാളിൽ നടക്കാനിരിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനുള്ള വിലക്ക് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് ലഭിച്ചേക്കാം എന്നും ഇപ്പോൾ സൂചനയുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും തീവ്രവാദി എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് BJPയുടെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടീസ് കഴിഞ്ഞ ദിവസം ഖാർഗെയ്ക്ക് ലഭിച്ചത്. ഇന്ന് ഖാർഗെ മറുപടി നൽകിയേക്കും. ആ മറുപടി തൃപ്തികരമല്ലെങ്കിലാണ് അടുത്തുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഈ പ്രചരണ പരിപാടികളിൽ നിന്നും ഖാർഗെയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കുക. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിനാണ് ഖാർഗെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു അനുചിതമായ എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നിലപാട് വെളിപ്പെടുത്തിയത്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന അവസരത്തിൽ AIADMKയോട് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അണ്ണാ DMK സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. അണ്ണാ DMK ഒരു ദ്രാവിഡ പാർട്ടിയാണ്. ഇങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് നരേന്ദ്രമോദിയുമായി കൈകോർത്തത്, നരേന്ദ്രമോദിയുടെ BJPയുമായി കൈകോർത്തത് എന്നറിയില്ല. ഈ നരേന്ദ്രമോദി ഒരു തീവ്രവാദിയാണ്, അദ്ദേഹം ഒരു മത തീവ്രവാദിയാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ ചെന്നൈയിൽ പോയിരുന്ന് തട്ടിവിട്ടത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ BJPയുടെ പരാതി ആദ്യം വരുന്നു, പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടീസ് വരുന്നു. ഈ നോട്ടീസിൽ കുരുങ്ങിയിരിക്കുകയാണ് തീർച്ചയായും കോൺഗ്രസ് എന്ന് തന്നെ പറയാം. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നും ഇപ്പോൾ കോൺഗ്രസ് ഉറ്റുനോക്കുകയാണ്. അതായത് ബംഗാളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ റോൾ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം ബംഗാളിൽ TMCയും അതുപോലെ തന്നെ BJPയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസും. പക്ഷേ കോൺഗ്രസിനെ സ്വന്തം സംസ്ഥാനത്ത് മമതാ ബാനർജി അടുപ്പിച്ചിട്ടില്ല. തൻ്റെ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഇടം നൽകിയിട്ടില്ല. മാത്രമല്ല അതിനെ ഒറ്റപ്പെടുത്തുന്നു, കോൺഗ്രസുമായി ഒരു കൂട്ടുകെട്ടിനും തയ്യാറല്ല സംസ്ഥാനത്ത് എന്ന നിലപാടിലാണ് മമതാ ബാനർജി ഉള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പരസ്പരം സഹായിക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ പോലും ചില മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാനായി ഇവർ മൂവരും അടുക്കുന്നുവെന്നും ചില അടവ് നയങ്ങൾ പുറത്തെടുക്കുന്നുവെന്നുമൊക്കെ BJP ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വലിയ ചർച്ച തന്നെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ബംഗാളിലും തമിഴ്നാട്ടിലുമെല്ലാം തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോളിംഗിലേക്ക് പോവുകയാണ് ഈ തമിഴ്നാട്ടിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും. അതുപോലെ തന്നെ 152ഓളം മണ്ഡലങ്ങൾ, ബംഗാളിലെ 152ഓളം മണ്ഡലങ്ങളിലും ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളിംഗിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് AICC അധ്യക്ഷന് തന്നെ കിട്ടുന്നത്. ഇത് കോൺഗ്രസിന് വലിയ ക്ഷീണം വരുത്തിയിട്ടുണ്ട്. എന്തായാലും പ്രചരണത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന ഒരു സംശയം ഇപ്പോൾ, അങ്ങനെ ഒരു ആകാംക്ഷ കോൺഗ്രസ് തലപ്പത്തുണ്ട്. മറുഭാഗത്ത് BJP ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്കെതിരെ കനത്ത നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രിയെ തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നത് അത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നാണ് ഇപ്പോൾ BJP പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഒരു നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് ഇതിന് മറുപടി നൽകുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. BJPയുടെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായി, വിങ്ങായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്ന് കോൺഗ്രസിൻ്റെ ഉന്നതരായ പല നേതാക്കളും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ദൂരദർശനും ആകാശവാണിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്. ഈ അഭിസംബോധന തീർച്ചയായും ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ആയിരുന്നു എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. വനിതാ സംവരണ ബില്ലിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. വനിതാ സംവരണ ബില്ല് ലോക്സഭയിലും അതുപോലെ തന്നെ നിയമസഭകളിലും
വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവന്നുകൊണ്ട് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരുന്നു BJP. പക്ഷേ ഈ സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം വനിതാ സംവരണത്തിന് എതിരല്ല, മറിച്ച് മണ്ഡല പുനർനിർണയത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അത് BJPക്ക് ജയിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ആ ബില്ലിനെ എതിർത്തത്. ഫലത്തിൽ വനിതാ സംവരണം നടപ്പാക്കാൻ കഴിയാതെ പോവുകയായിരുന്നു. ഇതിനെതിരെയാണ് BJP രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഈ സംസാരത്തിലുടനീളം കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു. രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നേരത്തെയുള്ള പതിവ് ശൈലി ഉപേക്ഷിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ആക്രമണമാണ് കോൺഗ്രസിനെതിരെ നടത്തിയത്. ഇതാണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത്. ഇത് കനത്ത തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിനെതിരെ കോൺഗ്രസ് ആദ്യം തന്നെ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പരാതിയിൽ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ മണിക്കൂറുകൾക്കകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നു. തങ്ങളുടെ ദേശീയ നേതാവിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. 24 മണിക്കൂറിനകം മറുപടി നൽകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട്. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ ഈ വനിതാ സംവരണ ബില്ലിനെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്താകമാനം നടക്കുന്നു. പ്രത്യേകിച്ചും 2 സംസ്ഥാനങ്ങൾ പോളിംഗിലേക്ക് പോകുന്ന ദിവസം തന്നെ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നോട്ടീസിന്മേൽ എന്ത് മറുപടി ഖാർഗെ നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർ നടപടികൾ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നുമുണ്ട്.